ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് വാട്ടർ ടാങ്കുകൾ. ഓരോ ബിൽഡിങ്ങുകളോടും അനുബന്ധിച്ച് മുകളിൽ വാട്ടർ ടാങ്കുകൾ ഉണ്ടാകും. നമ്മുടെ വീടുകളിൽ നിന്ന്, കിണറുകളിൽ നിന്ന് കപ്പിയും കയറുമിട്ട് വെള്ളം കോരുന്ന സിസ്റ്റം ഇന്ന് എടുത്തുപോയിട്ടുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും മോട്ടറിട്ട് മുകളിൽ ടാങ്കിലേക്ക് നിറക്കുന്ന സിസ്റ്റമാണുള്ളത്. പല വീടുകളിലും ഈ ടാങ്കുകളുടെ മൂടി പോയിട്ടുണ്ടാവും. ഒന്നുകിൽ ശക്തമായ കാറ്റടിച്ചപ്പോൾ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് നുരുമ്പി മാറിപ്പോയിട്ടുണ്ടാവും. അത് ക്ലീനാക്കാതെ കിടക്കും. എന്നിട്ടതിലേക്ക് കാക്ക ചത്ത വസ്തുക്കളെ, എലിയെയോ പാമ്പിനെയോ ഒക്കെ വന്നിടും. അതുപോലെ തന്നെ ഇഴജന്തുക്കൾ അതിലേക്ക് കയറി അതിൽ കടന്ന് ചാവും. കൂറയും പാറ്റയും എലിയും പലതും അതിലുണ്ടാകും. പല ചീത്തയായ വസ്തുക്കളുമൊക്കെ ഈ പക്ഷികളും കിളികളൊക്കെ കൊണ്ടുവന്നിടും. നമ്മളിത് ടെറസിൻ്റെ മുകളിലാണല്ലോ, അത് എപ്പോഴും പോയി ക്ലീനാക്കാനൊന്നും പറ്റൂലല്ലോ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കില്ല. എപ്പോഴെങ്കിലും പോകുമ്പോഴാവും ഇതിലൊക്കെ ആകെ പ്രശ്നങ്ങളുണ്ടാകും. ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെക്കാൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. കാരണം അത് മക്ശൂഫായ നിലക്ക് പറ്റ തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ടാങ്കുകളുടെ കാര്യങ്ങളിൽ പ്രത്യേകം ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളിൽ ശ്രദ്ധ വേണം എന്നാണ്. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് 6 മാസം കൂടുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയെങ്കിലായി. അതിനു വേണ്ടി പോകുമ്പോഴാവും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അതിശക്തമായ കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മൂടിയൊക്കെ എന്നോ പറന്നു പോയിട്ടുണ്ടാകും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്താ വെള്ളത്തിനൊരു മണമുണ്ടല്ലോ, എന്താ വെള്ളത്തിനൊരു നിറമാറ്റുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ, അതും ഒരു കൂലിക്കാരനെ വിളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. നമ്മൾ കയറിയാൽ ചിലപ്പോൾ തണ്ടലൊടിയുന്ന വിധത്തിൽ ചിലപ്പോൾ വീണ് താഴേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് പുറമേക്കുള്ള ആരിനേലും കിട്ടി വല്ല ജോലിക്കാരനെയൊക്കെ കിട്ടിക്കയറ്റി നോക്കുമ്പോഴാവും പ്രശ്നം ഉണ്ടാകുക. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ഓരോ മേഖലയിലുമുള്ള പ്രത്യേകമായ ശ്രദ്ധ എല്ലാ കാലഘട്ടങ്ങളിലേക്കും ഫിറ്റാണ്. ഇസ്ലാമിനെക്കുറിച്ച് ഭംഗിവാക്ക് പറയുന്നതല്ല, അത് സാർവകാലികമാണ്, സാർവജനീനമാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? സർവകാലത്തുമുള്ള ജനങ്ങൾക്ക് സർവകാലത്തേക്കുമുള്ള നിയമങ്ങളാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ വസ്തുതകളാണ് എന്നർത്ഥം. നിർദ്ദേശിക്കേണ്ടതൊക്കെ അള്ളാഹു നിർദ്ദേശിച്ചു തരുന്നു. ഇനി ചെയ്യേണ്ടത് നമ്മളാണ്. മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടവർ നമ്മളാണ്.